ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക തീയലാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുക, കൂട്ടാക്കുക. നമ്മളെ കൂട്ടാക്കിയാലേ എൻ്റെ ലൈവൊക്കെ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ 1 കിലോ പാവയ്ക്ക ഇവിടെ മേടിച്ചിട്ടുണ്ട്. അത് റൗണ്ടിലാണ് കട്ട് ചെയ്യുന്നത്. അതിൻ്റെ അരി ചെറിയ പൊട്ടരിയാണ്, അതുകൊണ്ട് നമ്മൾ അതെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാടപ്പ് വെച്ച് വെളിച്ചെണ്ണ കുറച്ച് ആവശ്യത്തിന് ഒഴിക്കുക. പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി നമുക്ക് ആദ്യം തന്നെ അതിന് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കുന്ന വിധം എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് ആവശ്യത്തിന് തേങ്ങയും 2 പച്ചമുളകും കീറിയിട്ട് നമ്മൾ വറുത്തെടുക്കണം. കൈവിട്ട് ഇളക്കി കൊടുക്കുക, കരിയാൻ പാടില്ല. നല്ല ചുമക്കണം. കരിഞ്ഞാൽ പാവയ്ക്കും കയ്പ്പ് ചെറുതുണ്ടാവും, ഇതിനും ഉണ്ടാവും. ഇനി നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, മുളക് പൊടി ഇടുക. 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്തേക്കണേ. ഇനി നമുക്ക് ഇത് ചേർക്കാനുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു ചെറിയ കുഞ്ഞ് സ്പൂണിന് ഒരു 1/2 സ്പൂണാണ് ഇട്ടേക്കുന്നത്. ഇനി ഏകദേശം അത് മൂത്തിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് നല്ല ഇളക്കി കൊടുക്കണം. കൈവിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളുടെ മസാല ഏകദേശം റെഡിയായി. ഇനി കുറച്ച് സമയം തണുക്കാൻ വയ്ക്കുക, എന്നിട്ട് അരച്ചാൽ മതി. ഇനി അടുത്ത് നമുക്ക് പാവയ്ക്കയുടെ പണി ചെയ്യാം. ആ വറുത്ത ഫ്രൈ പാനിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുക. ആ എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ഐറ്റങ്ങൾ വഴറ്റിയെടുക്കാനുണ്ടല്ലോ. തീയലിന് ആവശ്യമുള്ള ചെറിയ ചുമന്നുള്ളിയാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. ഞാനതോട്ട് ചെറിയ ചുമന്നുള്ളി അരിഞ്ഞത് ഇടുക. നല്ല ചുമക്കട്ടെ. 2 പച്ചമുളക് വീണ്ടും നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ട്. നല്ല വഴറ്റിയെടുക്കുക. 2 വെളുത്തുള്ളി ഇട്ടു, കറിവേപ്പില ഇട്ടു. ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മളെ പാവയ്ക്ക കഷ്ണങ്ങൾ അങ്ങോട്ടിട്ട് അതും കൂടെ ഒന്ന് വഴറ്റുക. കല്യാണത്തിനൊക്കെയാണ് പാവയ്ക്ക തീയൽ കഴിച്ചിട്ടുള്ളത്. ഇപ്പം ആദ്യമായിട്ടാണ് നമ്മൾ വീട്ടിൽ പാവയ്ക്ക തീയൽ ഉണ്ടാക്കുന്നത്. ഇപ്പം ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ പാവയ്ക്ക നല്ല വഴറ്റി വെച്ചേക്കാണ്. ഇനി ഇതിൽ പുളിവെള്ളം ചേർക്കാൻ പോവാണ്. ഓരോരുത്തർക്കും ഒരേ പാകങ്ങളായിരിക്കും. ചില ആൾക്കാർ പുളിവെള്ളം പിന്നായിരിക്കും ചേർക്കുന്ന, അരപ്പും കൂടി ഇട്ടിട്ടായിരിക്കും. ചില ആൾക്കാർ വെന്ത് തീരാറാകുമ്പോഴായിരിക്കും. ഓരോരുത്തർക്കും ഒരേ ഇഷ്ടങ്ങളാണല്ലോ. അപ്പം നമ്മളിപ്പം പുളിവെള്ളം ചേർത്തു. അതൊന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി ഇനി നമ്മൾ ഉപ്പിടുവാണ്. കുറച്ച് ഉപ്പ്. ഇനി നമ്മൾ അരച്ച് വെച്ചേക്കുന്ന മിക്സ് ഇതിനകത്ത് ചേർത്ത് നല്ല ഇളക്കുക. പാവയ്ക്ക തീയൽ നമ്മൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ
കല്യാണത്തിനൊക്കെ പോയാണ് പാവയ്ക്ക തീയൽ കഴിച്ചിട്ടുള്ളത്. ഇന്ന് ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ പാവയ്ക്ക തീയൽ വെക്കുന്നത്. എൻ്റെ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. എൻ്റെ അമ്മയ്ക്കും എനിക്കും മാത്രമാണ് പാവയ്ക്ക മെഴുക്ക് പുരട്ടി തോരനൊക്കെ ഇഷ്ടം. ബാക്കി ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പം നമ്മൾ ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. അപ്പം തീയൽ നല്ല റെഡി ആയിട്ടുണ്ട്, എണ്ണയൊക്കെ പൊന്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് മക്കളെ നമ്മുടെ ഈ പാവയ്ക്ക തീയൽ. ഇനി അടുത്തത് കടുക് താളിക്കാൻ പോവാണ്. കടുക് ഇട്ടിട്ടുണ്ട്. കടുക് തറയിലല്ല ഇട്ടത്, ഫ്രൈ പാനിൽ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് മക്കളെ. മാറി നിന്നു, കണ്ണിൽ തെറിക്കണ്ട. ഇനി ഒരു ഇത്തിരി കറിവേപ്പില അങ്ങോട്ട് നുള്ളിയിടുക. ചടപട ചടപട അങ്ങനെ ഒട്ടട്ടെ, ഇങ്ങനെ പൊട്ടട്ടെ. കടു താളിച്ചു. ഞാൻ നമ്മളെ കറിയിലോട്ട് തട്ടി അങ്ങ് ഒഴിച്ചിട്ടാൽ മതി. റെഡി. അങ്ങനെ നമ്മുടെ കടു പൊട്ടിച്ചു, കറി ആയിട്ടുണ്ട്. തീയൽ കറി റെഡി. ചോറ് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാം, കഴിക്കാം. അപ്പം നമ്മുടെ തീയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നമ്മളെ തീയൽ റെഡി. കുക്കിംഗ് ബൈ മൈ മദർ ഓമന പൊടിയൻ.